السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, തഫ്സീർ ജുസ്ഉ അമ്മയാണ് നമ്മൾ വായിക്കുന്നത്. ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ 30-ാമത്തെ ജുസ് ആയ അമ്മ യതസാഅലൂൻ എന്ന സൂറത്ത് കൊണ്ട് ആരംഭിക്കുന്ന തഫ്സീർ ജുസ്ഉ അമ്മ. അതിൽ സൂറത്തുൽ മുത്തഫിഫീനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. 83-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുത്തഫിഫീൻ. അതിൻ്റെ ആരംഭത്തിൽ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശമുണ്ടെന്ന്, നരകത്തിൽ കടുത്ത ശിക്ഷയുണ്ടെന്ന് താക്കീത് ചെയ്തുകൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തെ അല്ലാഹു കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്യുകയാണ്. പരലോകത്തെക്കുറിച്ച് ബോധമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യാൻ അവർ കാരണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അവർ വിചാരിക്കുന്നില്ലേ ഈ രൂപത്തിലുള്ള തിന്മകൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല, അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ള കാര്യമാണോ അവർ ചിന്തിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പിന്നീട് സഹോദരങ്ങളെ, 2 വിഭാഗം ആളുകളെക്കുറിച്ച് അല്ലാഹു തആല ഈ സൂറത്തിൽ പറയുന്നു. സിജ്ജീനിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട് കെട്ടുന്ന ഫുജ്ജാറുകളെക്കുറിച്ച്, ദുനിയാവിൽ ദുർമാർഗികളായി തെമ്മാടികളായി ജീവിച്ച ആളുകളെക്കുറിച്ച്, അവരുടെ പര്യവസാനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ പരലോകത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഈ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചെല്ലാം വിചാരണയുണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെ നിഷേധിച്ച് തള്ളുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതിനുശേഷം അതിന് നേർവിപരീതമായ ആ പരലോകത്തിൽ വിശ്വസിച്ച സന്മാർഗികളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു. അവരുടെ അബറാറുകളുടെ അവരുടെ രേഖയുള്ളത് ഇല്ലീയിലാണ്, ഉന്നതമായ സ്വർഗത്തിലാണ് അവരുടെ പേര് എഴുതപ്പെട്ടിട്ടുള്ളത്. അവർക്കവിടെ ആ സ്വർഗത്തിൽ മഹത്തരമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ അവരുടെ മുഖം പ്രസന്നവദനായിരിക്കും എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലുള്ള ഏതാനും ചില സുഖങ്ങളെക്കുറിച്ച് അറിയിക്കുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നമ്മെ അറിയിക്കുന്നത് ഈ മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ദുനിയാവിൽ കുഫാറുകളിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രയാസത്തെക്കുറിച്ചാണ്. അത് മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്ന ഇത്തരത്തിലുള്ള കാഫിറുകളെ, ദുർമാർഗികളെ താക്കീത് ചെയ്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക, അവരെ കളിയാക്കുക, അവരോട് കോപ്രായം കാണിക്കുക, അവരുടെ ദീനിനെക്കുറിച്ച് പരിഹസിക്കുക, അവരുടെ നബിയെക്കുറിച്ച് പരിഹസിക്കുക എന്നുള്ളത് അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അതല്ല, ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ കുഫാറുകൾ ഈ നിലക്കായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഇതുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള കുഫാറുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുക തന്നെ ചെയ്യും. ചില കാലഘട്ടങ്ങളിൽ അവരെ കൊണ്ടുള്ള ഷർറ് വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് മുഅ്മിനീങ്ങൾ അവർ അടിയുറച്ച് അവരുടെ ദീനിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. പരലോകത്ത് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഈ ദുനിയാവിൽ സംഭവിച്ചതുപോലെയല്ല. പരലോകത്ത് കാര്യങ്ങൾ തലകീഴായി മറിയും. ദുനിയാവിൽ ചിരിച്ചവൻ അവിടെ കരയും, ദുനിയാവിൽ പ്രയാസപ്പെട്ടവൻ അവിടെ സുഖാനുഭൂതിയിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ശേഷമുള്ള ആയത്തുകൾ, അവസാനം ഖുർആനിലെ ഈ സൂറത്തുൽ മുത്തഫിഫീനിലെ ഈ അവസാനത്തെ ആയത്തുകൾ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. ആദ്യം പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കുഫാറുകളായ മുശ്രിക്കുകളായ മുജ്രിമീങ്ങൾ കുറ്റകൃത്യം പ്രവർത്തിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളെ വിശ്വാസികളെ പരിഹസിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. ഇന്നല്ലദീന അജ്റമു തീർച്ചയായും അജ്റമു കുറ്റകൃത്യത്തിലേർപ്പെട്ടവർ കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ കാനു അവർ ആയിരുന്നു മിനല്ലദീന ആമനു അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും പരലോകത്തിലുമൊക്കെ വിശ്വസിച്ചവരെ യദ്ഹകൂൻ അവർ പരിഹസിച്ച് കളിയാക്കുമായിരുന്നു. വഇദാ മർറൂ ബിഹിം ആ മുഅ്മിനീങ്ങൾ അവരുടെ അടുക്കലൂടെ നടന്നുപോയാൽ യതഗാമസൂൻ അവർ കണ്ണുകൊണ്ട് പരസ്പരം ഇങ്ങനെ കളിയാക്കി കളിക്കും. കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചുകൊണ്ട് അവരങ്ങനെ കളിയാക്കും. വഇദൻഖലബു ഇലാ അഹ്ലിഹിം ഇൻഖലബു ഫക്കിഹീൻ ഈ കുഫാറുകളായ ആളുകൾ അവർ സ്വന്തം കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് അതിൽ രസിച്ചുകൊണ്ട് അവരുടെ കുടുംബവുമായിട്ടൊക്കെ ഇങ്ങനെ മുഅ്മിനീങ്ങളെ പരിഹസിച്ചതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രസിച്ചു പോകും. വഇദാ റഔഹും ഈ കുഫാറുകൾ മുഅ്മിനീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഖാലു അവർ പറയും ഇന്ന ഹൗലാഇ ലദാല്ലൂൻ ഈ മുഅ്മിനീങ്ങൾ ഇവരൊക്കെ വഴിപേച്ച ആളുകളാണ്, ഈ ദീനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ വഴിപേച്ചവരാണ് എന്നവർ വിധി പറയും. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരുടെ മേൽ മുസ്ലിമീങ്ങളുടെ മേൽ അവരെ വിധി പറയാനും അവരുടെ മേൽ മേൽനോട്ടക്കാരായിട്ടൊന്നും ഈ പറയുന്ന കുഫാറുകൾ അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു താക്കീദിൻ്റെ ഭാഷയിൽ പറയാം. എന്താണ് സഹോദരങ്ങളെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഇന്നല്ലദീന അജ്റമു ഇതാ മുജ്രിമീങ്ങളായ ആളുകൾ. അജ്റമു എന്ന് പറഞ്ഞാൽ ഇജ്റാം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് പരലോകത്തെ നിഷേധിക്കുന്ന, ബഅസിനെ നിഷേധിക്കുന്ന, പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന കുഫറാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ആളുകളും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ്റെ റുബൂബിയത്തിൽ പൂർണ്ണമായി അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു അവർ ആകാശഭൂമികളെ പടച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചിട്ടില്ല. ഐദാ മിത്ന വകുന്ന തുറാബൻ ദാലിക റജ്ഉൻ ബഈദ് നമ്മൾ മരിച്ചിട്ട് മണ്ണായി പോയാൽ പിന്നെ ഒരു മടക്കം അത് വിദൂര സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മുശ്രിക്കുകൾ പരിഹസിച്ചിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ ദുനിയാവിൽ കുറ്റകൃത്യത്തിലേർപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യും? മുഅ്മിനീങ്ങളെ പരിഹസിക്കും. യദ്ഹകൂൻ എന്നാണ് പറഞ്ഞത്. ലഹിക എന്ന് പറയുന്ന വാക്കിന് പൊതുവെ അർത്ഥം ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നതിന് ലഹിക എന്ന് പറയും. പക്ഷേ ഇവിടെ പറയുന്നു മിനല്ലദീന ആമനു യദ്ഹകൂൻ എന്ന് പറഞ്ഞാൽ ആ മിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളിയാക്കി ചിരിക്കുക എന്നുള്ളതാണ്. കളിയാക്കി പരിഹസിക്കുന്നതിനാണ് ആ വാക്ക് പറയുക.
അതായത് ദുനിയാവിൽ നല്ല ദീനനുസരിച്ച് പരലോകമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരാൾ ജീവിക്കുന്ന സമയത്ത് എന്തു പറയും? ഇവനെ കളിയാക്കും, പരിഹസിക്കും. എന്നിട്ട് പറയും ഇവനൊന്നും ഈ കാലഘട്ടത്തിലൊന്നും യോജിക്കുന്നവനല്ല, ഇവനൊക്കെ ഏതോ 6-ാം നൂറ്റാണ്ടിലൊക്കെ പറഞ്ഞ ആ നിയമവും പിടിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുസ്ലിമായ സ്ത്രീ കൃത്യമായ ഇസ്ലാമിക വേഷവുമായി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ പരിഹാസം. അങ്ങനെ ഒരു പുരുഷൻ അവൻ നല്ല താടിയൊക്കെ നീട്ടി ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ വേഷമൊക്കെ ധരിച്ച് നെര്യാണിക്ക് മുകളിലൊക്കെ വസ്ത്രം ധരിച്ച് നടന്നാൽ അവനെ പരിഹാസം. മുസ്ലിമീങ്ങൾ പലിശയായി ബന്ധപ്പെടാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നത് കണ്ടാൽ, ഹറാമുകളും ഹലാലുകളൊക്കെ മനസ്സിലാക്കി ഹറാമുകളെ വർജിച്ചുകൊണ്ട് ഹലാലുകളിൽ മാത്രം പരിശ്രമിക്കുന്നത് കാണുമ്പോൾ അവിടെയും പരിഹാസം. ഇവരിങ്ങനെയൊക്കെ ജീവിച്ചാൽ ഈ കാലഘട്ടത്തിന് ഇവർ കൊള്ളുകയില്ല. അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അവരൊക്കെ പരിഹസിക്കുക എന്നുള്ളത് കാഫറുകളുടെ രീതിയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ കാര്യം പറഞ്ഞിട്ടായിരിക്കും അവർ പരിഹസിക്കുക. ഇത് അസ്ലുൽ സഹോദരങ്ങളെ, ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എങ്കിലും, കുഫാറുകളുടെ സ്വഭാവമാണ് എങ്കിലും, ഇതേ സ്വഭാവം ദീനിൻ്റെ പേരിൽ ഇസ്ലാമിലേക്ക് കയറിക്കൂടിയ പല മുനാഫിക്കുകൾക്കും നമുക്ക് കാണാൻ സാധിക്കും. കപട വിശ്വാസികൾ, അവർക്ക് വിശ്വാസം ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പേരിന് മുസ്ലിമീങ്ങളാണ് എന്ന് പറയും. എന്നിട്ട് ദീനിൻ്റെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തതായ, അവരുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ വരുമ്പോഴേക്കും ദീനിൻ്റെ നിയമങ്ങളെ തന്നെ പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അവൻ്റെ അഭിപ്രായം പറയും, ഇതൊന്നും ഈ ദീനിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല, ഇതൊക്കെ ഈ ദീനിലെ ഉസ്താദുമാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മൗലവിമാർ ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ട് ദീനിലുള്ള നിയമങ്ങളെ കളിയാക്കുന്ന പുരോഗമനവാദികളെന്ന് സ്വയം ചമയുന്ന ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. അല്ല, ഒരു സ്ത്രീ മുഖം മറക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളോട് അതിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടൊക്കെ പറയുന്ന ആളുകൾ പുരോഗമനവാദികളാണ്, ഞങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി ഇവിടെയുള്ള എല്ലാ അനാചാരങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്നവർ വളരെ പച്ചയായി പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് പണ്ഡിതന്മാർ ആ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്? ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ഇസ്ലാമിൻ്റെ ഒരു ഷിആറിനെ ഒരാൾ പരിഹസിക്കുക എന്നുള്ളത്. അത് നിർബന്ധമാകണമെന്നൊന്നുമില്ല, സുന്നത്തായ ഒരു കാര്യത്തിന്. ഒരാൾ ദീനുൽ ഇസ്ലാമിൽ ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുകയാണ്, ദന്തശുദ്ധീകരണത്തിന് വേണ്ടി മിസ്വാക്ക് ഉപയോഗിക്കുകയാണ്. മിസ്വാക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമില്ല. പക്ഷെ മറ്റൊരാൾ ദീനിലുള്ള ഈ ഒരു വളരെ പ്രബലമായ ഒരു സുന്നത്തിനെ ഒരാൾ പരിഹസിക്കുക എന്ന് വിചാരിച്ചാലോ, ഇവനെപ്പോഴും ഇങ്ങനെ പല്ലൊക്കെ വൃത്തിയാക്കുന്ന അങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞ് ഈ അറാക്കിനെയും അല്ലെങ്കിൽ ആ ദന്തശുദ്ധീകരണം വരുത്തുന്ന പ്രക്രിയയൊക്കെ ഒരാൾ പരിഹസിക്കുകയാണെങ്കിലോ, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മതിയായതാണ്. ഒരു മുസ്ലിമായ സ്ത്രീയുടെ വേഷത്തെ ഒരാൾ പരിഹസിക്കുകയാണെങ്കിലോ, ഹിജാബിന് അത് നിർബന്ധമാണ്, ഇസ്ലാമിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം, ഇസ്ലാമിലുള്ളതാണ് എന്നൊരാൾ മനസ്സിലാക്കിയതിന് ശേഷം സഹോദരങ്ങളെ പരിഹസിക്കുകയാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകാൻ മതിയായ കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല. പലരും തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ നാവുകളിൽ നിന്ന് പോലും സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഇത്തരത്തിലുള്ള ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിസ്ഥാന സ്വഭാവമുള്ളത് ഇന്നല്ലദീന അജ്റമു എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനപ്പെട്ടും അത് മുശ്രിക്കുകളാണ്. മുശ്രിക്കുകൾക്കാണ് ആ സ്വഭാവം ഉണ്ടായിരുന്നത്. പിന്നീട് ഖുർആനിൽ അല്ലാഹു തആല ദീനിനെ പരിഹസിച്ചവരായി നമ്മെ പരിചയപ്പെടുത്തിയത് മുനാഫിക്കുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലരും മുസ്ലിമീങ്ങളുടെ വേഷത്തിൽ ജീവിക്കുന്ന മുനാഫിക്കുകളുണ്ട്. ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം ദുനിയാവിൽ നിന്നും അത് ഉൾക്കൊണ്ടിട്ട് എന്നാൽ മനസ്സിൽ ഇസ്ലാമിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകളുണ്ട്, മുനാഫിക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടായേക്കാം, നമുക്കറിയില്ല. പക്ഷേ അവരുടെ സംസാരങ്ങളിൽ നിന്നും അവരുടെ നിഫാക്ക് നമുക്ക് വെളിയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ദീനിൻ്റെ നിയമങ്ങളോട് പുച്ഛമായിരിക്കും, പരിഹാസമായിരിക്കും. ദീന് പാലിക്കുന്നവരെ കാണുമ്പോൾ ഒരു വല്ലാത്ത ദേഷ്യമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ദീനനുസരിച്ച് ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നത് കണ്ടാൽ അവരോട് വല്ലാത്ത ദേഷ്യം വെച്ച് പുലർത്തിയിട്ട് അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. വളരെ ഗൗരവമുള്ള കാര്യമാണത്. അവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനതയുണ്ട് എങ്കിൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അവരെ സമൂഹമധ്യത്തിൽ വഷളാക്കുക, ഇതൊക്കെ അവൻ്റെ മനസ്സിൽ ഈ രോഗമാണ്. ദീൻ ഇവൻ പാലിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവനോട് വേറെ വിദ്വേഷമൊന്നുമില്ല. ദീൻ പാലിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ദേഷ്യവും പ്രത്യേക പരിഹാസവും അവരുടെ പ്രത്യേക വൈരാഗ്യമൊക്കെ കാണിക്കുന്ന
ഒരുപാട് ആളുകൾ ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അവർക്ക് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ദീനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ പരിഹാസമാണ്, കളിയാക്കും. ഇവരെ കണ്ടില്ല ഇങ്ങനെ പരലോകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗുകളിലൊക്കെ വലിയ ആളുകൾ ആ രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏത് വിവരദോഷിക്കും അവിടെ എന്തും വിളമ്പാവുന്നതാണല്ലോ. വലിയ വിവരമൊന്നും ആവശ്യമില്ല, എല്ലാത്തിനെയും പരിഹസിക്കാനും എല്ലാത്തിനെയും കളിയാക്കാനും വലിയ വിവരം ആവശ്യമൊന്നുമില്ല, ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആൻ ഒരു തവണ പോലും വായിച്ചിട്ടുണ്ടാവുകയില്ല. ഖുർആൻ ഒരു തവണ പോലും അതിൻ്റെ പരിഭാഷ പോലും വായിച്ചിട്ടുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ പരിഭാഷ എന്ന് പറയുന്നത് തന്നെ ഖുർആനിൻ്റെ പൂർണ്ണമായ ആശയങ്ങളൊന്നും അതിൽ യഥാർത്ഥത്തിൽ വരുന്നില്ല. അതിൻ്റെ വിശദീകരണത്തോടു കൂടി അത് വായിക്കുമ്പോഴാണ് അവൻ ഖുർആൻ വായിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. പോട്ടെ, ആ ഒരു പരിഭാഷ പോലും ഒരു തവണ പോലും വായിക്കാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ തർജ്ജിമയൊക്കെ കണ്ട് അതിൻ്റെ ഒരു കഷ്ണം, എന്നിട്ടൊരു ജാഹിൽ അതിനെതിരെ സംസാരിക്കും, അതിനെതിരെ പറയും ഇസ്ലാമിൽ അങ്ങനെയുണ്ട്, അവിടെ വൈരുദ്ധ്യമുണ്ട്, ഇവിടെ ഇതുണ്ട് അതുണ്ട്. എന്നിട്ട് ഇത് കേട്ടിട്ട് അതിനെ അന്ധമായി പിൻപറ്റിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവിടെയും ഇവിടെയും ഇങ്ങനെ കാര്യങ്ങൾ പറയും. എന്നിട്ട് ഇവൻ പറയും ബാക്കിയുള്ളവരൊക്കെ അന്ധമായി പിൻപറ്റുന്നു, ഇവൻ ഏറ്റവും വലിയ മണ്ടനെ അന്ധമായി പിൻപറ്റിയിട്ട് അത് ആളുകളോട് പറയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നേർക്ക് നേരെ വന്നാൽ ഒരു മറുപടിയുമില്ല, ഒന്നും പറയാൻ അറിയുകയുമില്ല. അങ്ങനെ ആ ദീനിനോടുള്ള വിയോജിപ്പ് കാരണത്താൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ ധാരാളമായിട്ടുണ്ട്. അവരെവിടെ കണ്ടാലും മുഅ്മിനീങ്ങളെ പരിഹസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ടയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ. എന്നിട്ടോ വഇദാ മർറൂ ബിഹിം, ആ സാധുക്കളായ മുഅ്മിനീങ്ങൾ പരലോകത്ത് വിശ്വസിച്ച് ദീനനുസരിച്ച് ദീനി നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആ മുഅ്മിനീങ്ങൾ വഇദാ മർറൂ ബിഹിം, അവരുടെ അരികിലൂടെ നടന്നുപോയാൽ, പണ്ഡിതന്മാർ രണ്ട് നിലക്കും ഇത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അവരുടെ അരികിലൂടെ നടന്നുപോയാൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫാറുകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും, ദീനെ പരിഹസിക്കുന്ന ഈ ആളുകൾ ഇരിക്കുന്നുണ്ടാകും, ഇവർ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരവസ്ഥ. അതല്ലെങ്കിൽ ഇവരിയ്ക്കുന്നുണ്ടാകും, ഇവരുടെ അടുക്കലൂടെ ഈ പരിഹസിക്കുന്ന ആളുകൾ നടന്നു പോകുന്ന അവസ്ഥ. രണ്ടും ഇവിടെ തഫ്സീർ പറയാവുന്നതാണ്. അതായത് ഇവർ പരസ്പരം കണ്ടുമുട്ടിയാൽ, ഒരാൾ മറ്റൊരാളുടെ അരികിലൂടെ നടന്നു പോയാൽ യതഗാമസൂൻ, ഗംസ് കാണിക്കും. യതഗാമസൂൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പരസ്പരം കണ്ണിട്ട് കാണിക്കും. ഈ കുഫാറുകളായ രണ്ടാൾക്കാർ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ദീന് പാലിക്കുന്ന ഒരുത്തിനെ കാണുമ്പോൾ ഇങ്ങനൊരു കളിയാക്കൽ, അല്ല ഒരു ഭയങ്കരമായൊരു ഫഖ്റോടുകൂടി അഭിമാനത്തോടു കൂടിയൊക്കെ ഇവനെന്തോ ഇതിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ ഇവനൊക്കെ മനസ്സിലായ ആളാണ്, ഇവൻ ലോകം തിരിഞ്ഞ ആളാണ്. ഇവരൊക്കെ പിന്നെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ എന്തിനോ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഇവനിങ്ങനെ 5 നേരം നിസ്കരിക്കാൻ ഓടുന്നു കാണുമ്പോൾ ഇവന് പരിഹാസമാണ്. കണ്ടില്ല ഇങ്ങനെ പോവാണ്, റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട് ഇവന് പരിഹാസമാണ്, സാധുക്കളെ സഹായിക്കുന്നുണ്ടാൽ എല്ലാത്തിനും പരിഹാസമാണ്. സഹോദരങ്ങൾ, ഈ ദീനിൻ്റെ ഓരോ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും ഏറ്റവും മനോഹരമായ കർമ്മങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് ദീനുൽ ഇസ്ലാമിനെ പഠിക്കുന്ന ഒരാൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഇവരെ കാണുന്ന സമയത്ത് കളിയാക്കിയിട്ടും അതുപോലെ തന്നെ പരിഹസിച്ചിട്ടൊക്കെ പറയും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവർ ചെയ്തിരുന്നത്? ഒന്നുമില്ല. അവർ ചെയ്തിരുന്നത് തമാശക്കായിട്ട്, യുദ്ധവേളയുടെ സമയത്ത് തമാശക്കായിട്ട് എന്ത് ചെയ്തു, സഹാബികളിൽ ചിലരെ അവർ ആക്ഷേപിച്ചു പറഞ്ഞു. എന്താണ് അവർ ആക്ഷേപിച്ചു പറഞ്ഞത്? അവർ പറഞ്ഞു, ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ള ഈ ആളുകളുണ്ടല്ലോ, അത് ദീനിൻ്റെ ആളുകൾ എപ്പോഴും പരിഹസിക്കുന്ന ആളില്ലേ, അതിൻ്റെ ആദിമ തലമുറക്കാരായിരുന്നു അവർ. ഈ ആളുകളുണ്ടല്ലോ, ഈ ദീനനുസരിച്ചൊക്കെ ഖുറാകളായ ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാരായിട്ട് ഈ നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തീറ്റ, അതാണ് ഇവരുടെ വിഷയം. ഇവർ ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, റസൂലുള്ളാഹിൻ്റെ കൂടെ കൂടിയുള്ള തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവർ വായെടുത്ത കളവേ പറയുള്ളൂ, ശത്രുക്കളെ കണ്ടാൽ ഭീരുക്കളാണ്, പേടി തൊണ്ടന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയുണ്ടായി. ഒരാളിത് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു, കെദബ്ത, നീ കളവാണ് പറഞ്ഞത്, വലാകിൻ അൻത മുനാഫിഖ്, നീ കപട വിശ്വാസിയാണ്. അതല്ലാതെ ഒരിക്കലും പറയില്ല, കാരണം ഇതെല്ലാം വാസ്തവ വിരുദ്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ആരും ദുനിയാവിന് വേണ്ടി കൂടിയ ആളുകളല്ല, മറിച്ച് അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുത്തിയിട്ട് ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ അവർ ഭീരുക്കളായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച ആളുകളായിരുന്നു.
അവർ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. സഹാബികളിൽ ഒരാളും ഒരു കളവ് പറഞ്ഞതുപോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സഹാബികൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ സഹാബിയെക്കുറിച്ച് നമുക്കെന്ത് നോക്കേണ്ടതില്ല, അവൻ്റെ അദാലത്ത്, അവൻ സത്യസന്ധനാണോ എന്ന് നോക്കേണ്ടതില്ല. കാരണം സഹാബികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിയിരിക്കുന്നു, അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ ഒരു കളവ് പോലും പറഞ്ഞതായി നമുക്കറിവില്ല. അപ്പം അങ്ങനെയുള്ള സഹാബികളെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ ഇങ്ങനെ നേർവിരുദ്ധം പറഞ്ഞിട്ട് കളിയാക്കി പരിഹസിച്ചു. ഉടനെ തന്നെ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരം പറയുന്നതിന് വേണ്ടി പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ആയത്തിറക്കിയിട്ടുണ്ട്. അള്ളാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. ഈ സംഭവം ആയത്തിറക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയ ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചുകൊണ്ട്, ദീനിനെ പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു, ദീനിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ആയത്ത് അള്ളാഹു തആല ഇറക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് നമ്മളങ്ങനെ യാത്രയുടെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ വെറുതെ പറഞ്ഞതാണ്, ഞങ്ങളങ്ങനെ മനസ്സിൽ കൊണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ആയത്തുറക്കി. അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ റസൂലിനെയുമാണോ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു വഖദ് കഫർതും ബഅദ ഈമാനിക്കും, എന്നൊരു ഉദറൊന്നും പറയണ്ട, ഒഴികഴിവൊന്നും ഇനി പറയാൻ നിൽക്കേണ്ടതില്ല, നിങ്ങളുടെ ഈമാനിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ദീനിനെ പരിഹസിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പലർക്കും അതൊരു നിസ്സാരമായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പരിഹാസത്തിന് ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. ഇവരെ മുഖത്ത് രണ്ട് കൊമ്പൊന്നും മുളക്കൂലല്ലോ കുഫറിൻ്റെ. അപ്പോൾ ഇവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായോ ഇല്ലേ എന്നുള്ളത് ഇവനെ അറിയുന്നില്ല. ദീനിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ. പക്ഷെ അവർക്ക് അറിയുന്നില്ലല്ലോ. അവർ നിസ്സാരമായിട്ട് എല്ലാവരും പരിഹസിക്കുക, താടി വെച്ചവനെ കണ്ടാൽ പരിഹസിക്കുക, ഹിജാബ് ഇട്ടവളെ കണ്ടാൽ പരിഹസിക്കുക, ദീന് പാലിക്കുന്ന ആളുകളൊക്കെ പരിഹസിക്കുക. അവിടെയും തീരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ പരിഹസിക്കാൻ യാതൊരു മടിയില്ല. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഒരാവർത്തി പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതോ മുൻഗാമിയായ അവൻ്റെ കാഫിറായ ഏതെങ്കിലും ഒരുത്തൻ എഴുതി വെച്ച എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് റസൂൽ എങ്ങനെയാണ്, അവിടുത്തെ ജീവിതം അങ്ങനെയാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അതിനെക്കുറിച്ച് പഠിച്ചോ മനസ്സിലാക്കാതെയോ പരിഹസിക്കുന്ന ആളുകൾ, ദീനെ പരിഹസിക്കുന്ന ആളുകൾ, നമുക്ക് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകൾ കാണുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഖേദകരമായ കാര്യമാണ്. അല്ലാഹു തആല പറയാൻ, വൈദൻഖലബു ഇലാ അഹ്ലിഹിം ഇൻഖലബു ഫഖിഹീൻ, അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുന്ന സമയത്ത് ഈ മുഅ്മിനീങ്ങളൊക്കെ പരിഹസിച്ചിട്ട് ഇവർക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകും. അങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ അതൊക്കെ ലഭിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻഖലബു ഫഖിഹീൻ, അവർ വളരെയധികം രസിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടൊക്കെയാണ് മടങ്ങുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ടാണ് റബ്ബിൻ്റെ ദീനിനെ പരിഹസിക്കുന്നത് എന്നുള്ള സൂചന റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഈ മുഅ്മിനീങ്ങളെ പരിഹസിച്ചവർ, ദീനിനെ പരിഹസിച്ചവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം ആസ്വദിച്ചിട്ടാണ് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പരിഹസിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നത്, അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നത്, ഇവർ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടാണ്. അവൻ്റെ ഭൂമിയിൽ താമസിച്ചിട്ട്, അവൻ്റെ വായു ശ്വസിച്ചിട്ട്, അവൻ കൊടുക്കുന്ന വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട്, അങ്ങനെ ഒരു ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊന്ന് അങ്ങനെയുള്ള ഒരാളുകളുടെ അവസ്ഥ, ഈ പറയുന്ന എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വളരെ നിസ്സാരമായ ഒരുത്തനാണ് ഇവൻ. അല്ലാഹു തആലയുടെ വെറും കയ്യിൽ ഒതുങ്ങുന്ന കാര്യമാണ് ഈ 7 ആകാശവും ഭൂമികളുമെല്ലാം. അങ്ങനെയുള്ള ആ ഭൂമിയിലെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരു ചെറിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലും പിടിച്ചിട്ട് ഈ ദീനൊക്കെ പരിഹസിച്ച് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറും നിസ്സാരമായ ഒന്നും അല്ലാത്തൊരുവനാണ്. അല്ലാഹു തആല ഈ ദുനിയാവിന് ഒരു വിലയും നൽകിയിട്ടില്ല. അല്ലാഹു തആല ദുനിയാവിന് ഒരു വിലയും നൽകിയിട്ടില്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയെങ്കിലും അല്ലാഹു തആല വില നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരുത്തനൊന്നും വെള്ളം പോലും അല്ലാഹു തആല കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹു അത്ര നിസ്സാരമാക്കിയിട്ടാണ് ഈ ദുനിയാവ് നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷണത്തിൻ്റെ ഭവനം മാത്രമാണ്. ഇനി വരാനുള്ളതേ ഉള്ളൂ, കാണാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലാഹു തആല പറയണം, അവർ ഭൂമിയിൽ ഇങ്ങനെ ഈ പരിഹാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തക്കാരുടെ അടുക്കലേക്ക് മടങ്ങുമ്പോൾ അവർ രസിച്ചുകൊണ്ട് ഇങ്ങനെ പരിഹസിച്ചിട്ടൊക്കെ പറയും,
അല്ല ഇങ്ങനെ ഇത്ര ആളെ പരിഹസിച്ച് അതൊക്കെ അവരുടെ ഗാങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവരുടെ അഹ്ൽ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബക്കാരും അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അവരുടെ ഗാങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ മുസ്ലിമീങ്ങളെ പരിഹസിക്കുക, അങ്ങനെ പൊട്ടിച്ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അവരെന്തോ കാര്യം വലിയ നേടിയ ഇതിൽ വിട്ട് വലിയ രക്ഷപ്പെട്ട ഇങ്ങനെയുള്ള നൂലാമാലകളിലും കെട്ടുക്കുടുക്കുകളിലും നമ്മളില്ല. നമ്മൾ വളരെ ഫ്രീ തിങ്കേഴ്സാണ്. നമുക്കെന്തും ചെയ്യാം, നമുക്ക് കള്ള് ഹറാമല്ല, നമുക്ക് സിഗരറ്റ് വലിക്കാം, നമുക്ക് തോന്നിവാസങ്ങൾ വ്യഭിചരിക്കാം, നമുക്ക് സാമ്പത്തികമായ ഇടപാടിലൊന്നും പേടിക്കാനില്ല, ഇങ്ങനെ എല്ലാ ഹറാമുകളൊക്കെ ചെയ്യാൻ നമുക്ക് ലൈസൻസ് ഉണ്ട് എന്നൊക്കെ ദുരഭിമാനം നടിച്ചുകൊണ്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഈ പറയുന്ന എല്ലാ ഹറാമുകളും ഇതെല്ലാം ആസ്വദിച്ചിട്ടും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നോക്കിയാൽ അവർക്ക് വിഷമം തീരുന്നില്ല, അവർക്ക് എന്നിട്ട് സന്തോഷിക്കാനൊന്നും കഴിയുന്നില്ല. അവർക്ക് ഈ സമയത്ത് മുസ്ലിമീങ്ങളൊക്കെ പരിഹസിച്ചാലേ ഉള്ളൂ മനസ്സിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ഇതൊന്നും ആവശ്യമില്ല, ഇങ്ങനെ മതമൊന്നും ആവശ്യമില്ല, നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് എല്ലാ നേരവും ഈ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടും അവരോട് പരിഹസിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം കളയാനേ നേരമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തുണ്ടാകും. ഇവനിതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അതിൽ നിന്ന് മാറിയുന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ തിന്മകൾ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ശിക്ഷയാണ്, ഈ തിന്മകൾ കൊണ്ട് ആസ്വദിക്കാനൊന്നും കഴിയില്ല. തിന്മകൾ കുറച്ച് ആസ്വദിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ പ്രയാസേ നിൽക്കുള്ളൂ. കാരണം തിന്മകളുടെ സആദത്ത്, ആ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികം മാത്രമായിരിക്കും. അത് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ തിന്മകൾക്ക് നൽകിയിട്ടുള്ള ശിക്ഷയപ്പെട്ട കാര്യമാണ്. കാരണം തിന്മ കുറേ അനുഭവിച്ച ആളുകൾക്ക് പിന്നീട് അതിൽ ആസ്വാദനമൊന്നും കിട്ടൂല. ഒരുപാട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവന് പിന്നീട് അത് വലിയ ആസ്വാദനമൊന്നും കിട്ടുകയില്ല. ഒരു മുഅ്മിൻ അവൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ആസ്വദിക്കുന്ന കാര്യങ്ങളൊന്നും ഈ വ്യഭിചരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവന് അത് കിട്ടുകയില്ല. അവനതിൻ്റെ ദൂഷ്യഫലങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും അല്ലാതെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ലാതെ അവന് വേറൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി മദ്യം ഒരുപാട് കുടിച്ചവൻ ഭയങ്കര സന്തോഷവാനായിട്ടൊന്നും ജീവിക്കുകയില്ല. അതിനെക്കൊണ്ട് കിട്ടുന്ന എല്ലാ ഷറുകളും ശാരീരികമായും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ദീനിനോടുള്ള വെറുപ്പും അറിയിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ഏതേത് തിന്മകൾ എടുത്തു നോക്കൂ, ആ തിന്മയിൽ വിരാജിച്ച് അവൻ അതുകൊണ്ട് വലിയ സന്തോഷമൊന്നും ഇവിടെ കാലാകാലത്തേക്കൊന്നും നേടുന്നില്ല. നൈമിഷികമായി അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം പിന്നീട് പ്രയാസത്തിന്മേൽ പ്രയാസമായിട്ട് ഒപ്പം മാനസികമായ പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ ജീവിക്കായിരിക്കും. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നിട്ടും ഇവർ ഈ മുഅ്മിനീങ്ങളെ പരിഹസിച്ചിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, സ്വന്തം ആളുകൾ അടുക്കലേക്ക് മടങ്ങുന്ന സമയത്ത് ഇങ്ങനെ അതിലെ ദുരഭിമാനം ഇങ്ങനെ പറയാണ്. എന്നിട്ടോ ഇവരുടെ വേറെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. വഇദാ റഔഹും, അവർ മുഅ്മിനീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഖാലു ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, അവർ പറയും ഇവർ പിഴച്ച ആളുകളാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവം നേരെ മറിച്ചാണ്. മുഅ്മിനീങ്ങൾ വളരെ പിഴച്ച ഒരാളെ കണ്ടാൽ പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയേ കൈകാര്യം ചെയ്യുകയുള്ളൂ. അല്ല, ഒരാൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ അവൻ തെമ്മാടിയാണെന്ന് പറയില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ഉതിറുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാത്തിനും ശേഷം മുഅ്മിനീങ്ങൾ വളരെ സൂക്ഷ്മത, അത് തെറ്റാണ്, ഹറാമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അല്ലെ വളരെ നസീഹത്തോടുകൂടി അതിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ചിട്ടൊക്കെ പറയും. എന്നാൽ സൂക്ഷ്മത അനുസരിച്ച് ജീവിക്കുന്നവർ ഇവർ പറയുന്നത് എന്തായിരിക്കും, വളരെ മോശപ്പെട്ട, ഇവർ വൈവേച്ചവരാണ്. ഏത് വിഷയത്തിലാണ് വൈവേച്ചിട്ടുള്ളത്? എത്രയധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത, തൻ്റെ സ്ത്രീയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്തവൻ അവൻ എന്ത് വൈപിഴച്ചവനാണ് എന്നാണ് അവൻ പറയുന്നത്. ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ എവിടെയാണ് വൈപിഴക്കുന്നത്? ഒരു ഭൗതികമായിട്ടെങ്കിലും പറയാൻ, ഒരു ബുദ്ധിയുള്ള ഒരാളുടെ മുന്നിൽ ഭൗതികമായിട്ട് ഇവൻ പലിശക്ക് കൊടുക്കുന്നില്ല, ഇവനെന്ത് നഷ്ടം? ഇവൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് പലിശക്ക് എടുക്കുന്നത്, എന്നാലും ഇവന് വലിയ പ്രയാസമാണ്. നിനക്ക് പലിശക്ക് എടുത്തൂടെ, നിനക്ക് ഇങ്ങനെ നോക്കി നടക്കുന്ന എന്തിനാ? ഈ രൂപത്തിലൊക്കെ ആയിരിക്കും പരിഹസിക്കുന്നത്. നമ്മളിതൊക്കെ മാറി എന്നാൽ നിനക്കെന്ത് പ്രയാസം? ഇവിടെ ആർക്കാണ് പ്രയാസമുള്ളത്? ദീനിൻ്റെ ഏതെങ്കിലുമൊക്കെ നിയമം എടുത്തിട്ട് ഒരു ജീവിച്ചിട്ട് ഒരാൾ നടുവൊടിഞ്ഞു പോകുന്നൊരു പ്രയാസമുണ്ടോ? ശാരീരികമായി ബുദ്ധിമുട്ടുന്നൊരു പ്രയാസമുണ്ടോ? മാനസികമായി ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും ഒരു നിയമം ദീനിലുണ്ടോ? ദീനിൻ്റെ നിയമങ്ങളെല്ലാം എളുപ്പമാണ്. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇവർ പറയും ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഇവർ ഇതാ വഴിപിഴച്ച ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. അത് വല്ലാത്ത ദേഷ്യം കൊണ്ടാണ്, വെറുപ്പും പകയുമായി നടക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് അവർ പറയും ദീനാണ് എല്ലാത്തിൻ്റെയും വെറുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ദീനാണ്. എന്നാൽ ലോകത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ദീനില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ളത് ചരിത്രമാണ്. നമ്മളാരും വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. ദീൻ വേണ്ട എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മതനിരാസകരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത്. ചരിത്രത്തിൽ നമുക്ക് എണ്ണപ്പെട്ട് കാണാൻ പറ്റും. എന്നിട്ടും അവർ പറയും ഇസ്ലാമിലാണ് അങ്ങനെ. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല.
ഇവരാണ് ഏറ്റവും കൂടുതൽ ആളുകളോട് വെറുപ്പ്. എന്നാൽ ഇവർക്ക് ഈ മതമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വെറുപ്പ് ഇവരുടെ മനസ്സിലും പോകില്ല. അല്ലെ, മതം വേണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ, അവർ ഈ പറയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഇല്ലാതിരിക്കുന്നുണ്ടോ? ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിച്ച് നോക്കിക്കൂടെ? നമ്മളെ നാട്ടിലെടുത്ത് ചിന്തിച്ച് നോക്കൂ. ഇവിടെ മതമുള്ളവരാണോ ഇവിടെ അക്രമത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും മുൻപിലുള്ളത്? അതല്ല മതമില്ല, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവരാണോ? ചിന്തിച്ചു നോക്കൂ. ഈ മതമില്ല എന്ന് പറയുന്നവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അക്രമത്തിനും ഇതുപോലെയുള്ള നിഷിദ്ധങ്ങളായ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ കാണുക. കാരണം എന്താണ്? ഇവർക്ക് ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ഇവരുടെ വിശ്വാസം ഇതൊന്നുമില്ല, ലോകത്തിൽ ദൈവമൊന്നുമില്ല, അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഹറാമുകൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. ഇവരെന്ത് ഹറാമുകൾ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. ഇവർക്ക് ആരെയും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായി നമ്മളവരെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇവർക്കൊന്നും നോക്കാനില്ല. ഇവർക്ക് സ്വന്തം മാതാവിനെ കൊന്നാൽ എന്താ പ്രശ്നം? ആരെയും ചോദിക്കാനുള്ളത്? മാതാവിന് പാപം എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു പാപം അവരെടുത്തില്ലല്ലോ. സ്വന്തം മാതാവിനെ വിഭജിച്ചാലോ മാതാവിനെ കൊന്നാലോ സ്വന്തം കുടുംബക്കാരനെ അനുജനെയോ ജ്യേഷ്ഠനെയോ കൊന്നാലോ ഒന്നും ഇവർക്ക് പേടിക്കാനില്ലല്ലോ. കാരണം എല്ലാവരും മണ്ണായി തീരാനുള്ളതാണ്. എൻ്റെ ഒരു ജീവിതമില്ല, ചോദ്യമില്ല, പിന്നെന്തിനാണ്? ഇന്നൊന്നും ചോദിക്കാനില്ല. പിന്നെന്തിനാ ഇങ്ങനെ പറയുന്ന എത്തിക്സും ഈ പറയുന്ന വികാരങ്ങളൊക്കെ എന്തിനാണ്? ഒന്നിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ജയിച്ചടക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളൊന്നും വകവെച്ച് കൊടുക്കേണ്ടതില്ലല്ലോ. ആ രൂപത്തിൽ സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാതെ സൂക്ഷ്മതയോടുകൂടി ഒരാളെ ആക്രമിക്കാൻ പാടില്ല, ഒരാളുടെ പണം അത് അന്യായമായി നിങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദീനിൻ്റെ ആളുകളെ അവർ നോക്കി പറയുകയാണ് ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഉറപ്പിച്ച് പറയാണ് ലദാല്ലൂൻ, അവർ വഴിവെച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, അവരുടെ അഥവാ മുസ്ലിമീങ്ങളുടെ മേൽനോട്ടക്കാരായി ഇവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും. ഇവരോട് മുസ്ലിമീങ്ങൾ എന്താണ്, അവർ വെച്ചതാണോ അല്ലേ എന്നൊന്നും പറയാൻ ഇവരെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി അതായിരിക്കും. ദീനനുസരിച്ച് പാലിക്കുന്നവരൊക്കെ എന്നും കളിയാക്കുക, പരിഹസിക്കുക. അല്ല, ഇവർക്ക് പറ്റുന്ന എല്ലാ അവസരങ്ങളിലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. സംസാരത്തിലും എഴുത്തിലും എന്നും ഇത് തന്നെയാണ് ഇവരുടെ പണി എന്നുള്ളത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇനെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ദുനിയാവിൽ പരിഹസിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, ദുനിയാവിൽ പരിഹസിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹീതമായ സ്ഥാനം എന്തായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് പറയുകയാണ്. ഫല്യൗമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ, എന്നാൽ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ നിഷേധികളെ, കുഫാറുകളെ നോക്കി കളിയാക്കി ചിരിക്കുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. പരലോകത്ത് വെച്ച് ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പരിഹസിക്കപ്പെട്ട് ഇവിടെ നമ്മൾ കളിയാക്കിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. മുസ്ലിമീങ്ങളെ തക്കം ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ അവരെ കളിയാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ ഉപദ്രവിക്കാൻ പറ്റും, പരിഹസിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരുപാട് ആളുകളുണ്ടാകും. ഈ ആളുകൾ നാളെ പരലോകത്ത് ഇങ്ങനെ നിന്ദ്യരായിക്കൊണ്ട് സഹോദരങ്ങളെ അവർ അവിടെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദുനിയാവിൽ ഒരാൾ പറയാണ് ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലി ഖരീൻ, സ്വർഗത്തിലെത്തിയ രണ്ട് ആളുകൾ പരസ്പരം പറയണം. സ്വർഗത്തിലെത്തിയ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് പറയും ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലി ഖരീൻ, എനിക്ക് ദുനിയാവിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, അവൻ എന്നോട് പറയുമായിരുന്നു നീ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണോ, അല്ലെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ, നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ? അവൻ എന്നോട് ദുനിയാവിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് അവൻ പറയും ഐദ മിത്ന വ കുന്ന തുറാബൻ വ ഇളാമൻ അഇന്ന ലമദീനൂൻ, നിങ്ങളിങ്ങനെ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ജീവിച്ച് മരണപ്പെട്ട് മണ്ണായതിനു ശേഷം നിങ്ങളുടെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയതിനു ശേഷം ലമദീനൂൻ, നിങ്ങൾക്ക് ഇതിനൊക്കെ ഇനി ജീവിപ്പിച്ച് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും, അങ്ങനെ വ്യാമോഹിച്ചിട്ട് അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ദുനിയാവിലൊന്നും ആസ്വദിക്കാതെ നിങ്ങൾ ഹറാമെന്നൊക്കെ പറഞ്ഞ് കുറേ മാറി എന്നിട്ട് അങ്ങനെ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കിട്ടുമെന്ന് വല്ല വിചാരം നിങ്ങൾക്കുണ്ടോ? എന്താണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദുനിയാവിൽ പറഞ്ഞൊരുത്തനാണ്. അല്ലാഹു തആല പറയാണ് ഖാല ഹൽ അൻതും മുത്തലിഊൻ, ഖാല ഹൽ അൻതും മുത്തലിഊൻ, ഈ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സ്വർഗത്തിൽ സ്വർഗീയവാസികൾക്ക് സ്വർഗത്തിലൂടെ നരകത്തിലുള്ള ആളുകളെ കാണാനൊരു വാതിലുണ്ട് എന്നാണ്. ആ നരകത്തിലുള്ള ആളുകൾ അവന് കാണാൻ സാധിക്കും. ദുനിയാവിൽ അവനെ പരിഹസിച്ച് അവനെ കളിയാക്കിയ ആളുകളെ തന്നെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ്. അതൊരു സുഖമാണ്. ദുനിയാവിൽ അവനെ കളിയാക്കിയ, ദുനിയാവിൽ അവനെ പരിഹസിച്ച, ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തിയ കുറേ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തആല തക്കതായ ശിക്ഷ നൽകുന്നത് കാണുമ്പോഴുള്ളൊരു സുഖമുണ്ട്. ആ സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകും. അങ്ങനെ അവർ ദുനിയാവിൽ
ഈ പറയുന്ന ആളുകളെ കാണും സ്വർഗ്ഗത്തിൽ. അല്ലാഹു തആല സൂറത്തു സാഫാത്തിൽ പറയുന്നത് നമ്മൾ വായിച്ചു നോക്കണം. ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. ദുനിയാവിൽ ഇങ്ങനെ പരലോകമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും വലിച്ചു പാറി നിസ്കരിക്കുന്നുള്ള നിസ്കാരമൊക്കെ നിർത്തിപ്പോയ കുറേ എണ്ണുണ്ടല്ലോ. ഉള്ള നിസ്കാരം നിർത്തിപ്പോയ, ഉള്ള ഹിജാബൊക്കെ അയച്ചു മാറ്റിയ, ദീനെ പരിഹസിച്ച, ദീനെ കളിയാക്കിയ കുറേ എണ്ണുണ്ടല്ലോ. ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. അതാ നരകത്തിലതാ വെന്തെരിയുന്ന, അവിടെ അങ്ങനെ കത്തി എരിയുന്നുണ്ട്, അവനെ നിനക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുഅ്മിൻ പറയും, തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ വലൗലാ നിഅമതു റബ്ബി ലകുൻതു മിനൽ മുഹ്ദരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്താണ്. ഇവൻ്റെയൊക്കെ വർത്താനം കേട്ടിട്ട് ഞാനെങ്ങനെ എൻ്റെ ദീനൊക്കെ ഉപേക്ഷിച്ചിട്ട് നിസ്കാരമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഈ അവസ്ഥയിലെത്തുമായിരുന്നു എന്നൊരു മുഅ്മിൻ അവിടെ തിരിച്ചറിയുമെന്നുള്ള കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയുന്നില്ല. ഇവർ വലിയ എന്തോ ചെയ്ത് അങ്ങനെ ഈ ദുനിയാവ് കീഴടക്കി ഭരിച്ച് ഇസ്ലാമിനെ പരിഹസിച്ച് കഴിഞ്ഞാൽ ദുനിയാവിലെല്ലാവരും അവർ അംഗീകരിക്കുമെന്നുള്ള ധാരണയിലൊക്കെ അല്പന്മാരായ കുറേ എണ്ണം, കുറേ ഹുസൈന്മാരും മറ്റുമൊക്കെ പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. വിചാരിച്ചു ഇവനിങ്ങനെ ഇസ്ലാമിനെ പരിഹസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പ്രത്യേകിച്ചൊരു ബഹുസ്വര സമൂഹമാകുമ്പോൾ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളെ പരിഹസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള കാഫിറുകളൊക്കെ കൈയടിക്കാം. ഇവൻ നല്ല മുസ്ലിമാണ്, ഇവൻ നല്ല ആളാണ്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർ ആ നിലപാടെടുക്കുന്നത്? കാരണം ഇവിടെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. ഈ പറയുന്ന ശൈത്താന്മാരാരും മുസ്ലിമീങ്ങൾ ശക്തരായി നിൽക്കുന്ന രാജ്യങ്ങളിൽ പോയി ഇത് പറയാൻ ധൈര്യപ്പെടുകയില്ല. കാരണം അവനവൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ട് എന്ന് പോകുന്ന ഒരു പരിപാടിക്ക് നിൽക്കില്ല. ഉദാഹരണത്തിൽ പറയും, ഇസ്ലാമിക രാജ്യത്ത് ഇവനൊരു പ്രോപ്പർട്ടിയും കാര്യങ്ങൾക്കായി ജീവിക്കുന്നത്, അവിടെ അവൻ ഇസ്ലാമിനെ കുറിച്ചൊന്നും മിണ്ടുകയില്ല. ഒരു പരിഹാസവും അവൻ്റെ പോസ്റ്റുകളിൽ എവിടെയും കാണൂല. കാരണം പേടിയാണ്. അവൻ്റെ ആദർശത്തിനോട് കൂറൊന്നുമില്ല. അവന് തക്കം കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. അവന് ദുനിയാവാണ് പ്രാധാന്യം. ഇനി അതല്ല, അവൻ ആളുകളോടൊക്കെ ഭയങ്കര നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. എല്ലാവരും ഇങ്ങനെ ഇസ്ലാമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സന്തോഷമൊക്കെ പോവാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാനിത് പ്രബോധനം ചെയ്തിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കണം, അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കുന്നൊന്നുമല്ല. ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ട ഒരുത്തനാണ്. എൻ്റെ പ്രധാനപ്പെട്ട പണി ചെയ്ത് അവിടെ കുറേ ആളുകൾ, സാധുക്കൾ, പെണ്ണുങ്ങളൊക്കെ ഹിജാബ് ഇട്ട് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു, പുരുഷന്മാരൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ട് അഞ്ചേരൊക്കെ നിസ്കരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നിർത്തണം. കുറേ സഹായിക്കുന്നൊക്കെ ഉണ്ട്, പാവങ്ങളൊക്കെ കണ്ണീരൊക്കെ ഒപ്പുന്നുണ്ട്. ഇതൊക്കെ നിർത്തണം. എല്ലാവരും അവനവൻ്റെ പൈസയൊക്കെ തിന്ന് അങ്ങനെ ജീവിച്ച് ദൂർത്തടിച്ച് ജീവിക്കണം. അതിനുവേണ്ടി പ്രബോധനം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇവരെ പ്രബോധനം ഗുണകാംക്ഷയൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ കുഫാറുകൾ പ്രധാനമായിട്ട് ഇസ്ലാമിനെ ഉപദ്രവിക്കാനും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇവന് ഭയങ്കര, എന്നാലും എല്ലാ കുഫാറുകളൊക്കെ കയ്യടി കിട്ടുമല്ലോ. അപ്പം ഭയങ്കര പുരോഗമനവാദിയാണ്. ഞാൻ പണ്ടൊക്കെ അങ്ങനെ മദ്രസയിലൊക്കെ പോയതാണ്, എനിക്കെല്ലാം മനസ്സിലായി, ഞാനൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വലിയ ആളാകും, ഇവനെല്ലാവരും കൊണ്ടു നടക്കും എന്നാണ് ഇവൻ്റെ വിചാരം. എങ്ങനെയായാലും നിൻ്റെ ആ പേര് അവിടെ ഉള്ളിടത്തോളം കാലം നിൻ്റെ വില ചവറ്റുകൊട്ടയിൽ തന്നെയാണ്. ഈ പറയുന്ന കുഫാറുകൾ ആർക്കും നിൻ്റെ ഈ പേര് തന്നെ അതവർക്ക് വെറുപ്പുള്ള കാര്യമാണ്, അടുപ്പിക്കൂല. അല്ലേ, കുറേ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. ഈ പറയുന്ന ഇസ്ലാമിക സംഘടനകൾക്കകത്ത് നിന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ദീൻ്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പരിഹസിച്ച്, ദീൻ വളരെ പുരോഗമനവാദികളാണ്, നമ്മളാണ് സ്ത്രീകളൊക്കെ അങ്ങാടികളൊക്കെ ഇറക്കിയത്, നമ്മളാണ് സ്ത്രീകളെ റോട്ടിലേക്കൊക്കെ ഇറക്കിയത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും. അതിനുവേണ്ടി ദീനിൻ്റെ കാര്യങ്ങളെ കൊച്ചാക്കി പറയാനും ദീനിൻ്റെ നിയമങ്ങളെ പരിഹസിക്കാനും ഇവർക്ക് മടിയില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞതിന് മുസ്ലിം പുരോഗമനവാദികളുടെ മുമ്പിൽ നായകനായിട്ട് തന്നെ ആളുകളൊക്കെ പറയും. അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഇയാളായിരിക്കും കൊണ്ടുവരിക. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും, ഇയാളെ കൊണ്ടുവരിക. അപ്പോൾ അവന് വളരെയധികം ഇസ്ലാമിനെ പരിഹസിക്കാനൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നു, ഫല്യൗമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ. മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അന്നേ ദിവസം ഈ കാഫിറുകളെ നോക്കി പരിഹസിക്കും. മുഅ്മിനീങ്ങൾ തിരിച്ചു പരിഹസിക്കുന്ന ഒരു രംഗം വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, അലൽ അറാഇകി യൻദുറൂൻ. സോഫകളിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ കുഫാറുകളെ മുഅ്മിനീങ്ങളിങ്ങനെ സോഫകളിൽ ചാരി ഇരുന്നു കൊണ്ട് പരിഹസിച്ചു കൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അലൽ അറാഇകി യൻദുറൂൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ ആയത്ത് ഇതേ സൂറത്തിലുണ്ട്. അലൽ അറാഇകി യൻദുറൂൻ എന്ന ആയത്ത് 2 പ്രാവശ്യം ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാരായണം ചെയ്യുന്ന സമയത്ത് മനപ്പാടാക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ആയത്തുനിന്ന് പിന്നെ ബാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും പഠിക്കണം. അപ്പോൾ അല്ലാഹു തആല 2 രൂപത്തിലുള്ള സന്തോഷം. ഒന്നാമത്തേതിൽ പറഞ്ഞത് അലൽ അറാഇകി യൻദുറൂൻ, അവർ ആ ചാര് കസേരയിൽ ആ സോഫയിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഭാര്യമാരെ കാണുന്നതായിരിക്കും. കൺകുളിർമ നിറയുന്ന കാഴ്ചകളാണ്. അവരുടെ ഭാര്യമാരുണ്ട് ദുനിയാവിൽ, അവരോടൊപ്പം ജീവിച്ച അവരുടെ ഭാര്യ, അവർ സ്വർഗത്തിലെത്തിയാൽ അവർ കൂടെ ഉണ്ടാകും. ഒപ്പം ഹൂറുല്ലീനുകളായ ആളുകളുണ്ടാകും. അതുപോലെ തന്നെ അവർ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പവിഴങ്ങളെപ്പോലത്തെ നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകും. അവർക്ക് ഖാദിമുകളായി എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള സേവകരവിടെ ഉണ്ടാകും.
ആഗ്രഹിക്കുമ്പോൾ കുടിക്കാനുള്ള പാനീയങ്ങൾ അവിടെയുണ്ട്, ഭക്ഷണങ്ങൾ അവിടെയുണ്ട്. ഇങ്ങനെ എല്ലാ സുഖലോലുപതയിൽ അവരങ്ങനെ ചാരിയിരിക്കുന്ന ഒരു രംഗം, അവർക്ക് ആസ്വാദനം അള്ളാഹു നൽകുന്ന ഒരു രീതി അതാണ്. രണ്ടാമത്തെ രീതിയാണ് ഇവിടെ പറഞ്ഞത്, അവർ ഈ കാഫിരിങ്ങളെ നോക്കും. നരകത്തിലുള്ള ആ വാതിൽ, സ്വർഗത്തിലുള്ള വാതിലിലൂടെ ആ കാഫിറുകൾ അവർ നോക്കും. അവരെ പരിഹസിച്ച ആ വിഭാഗത്തെയും ആ പ്രത്യേക വ്യക്തിയൊക്കെ അവരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അവർക്കങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സമാധാനവും അതൊരാശ്വാസമായി തീരും. അല്ലെ, ഞാൻ ഈ നരകത്തിൽ എത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആസ്വാദനം ഒരു വലിയ ആസ്വാദനമാണ്. ഇവൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെങ്ങാൻ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ, അവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. എന്നിട്ടൊന്ന് തിരിച്ചു നോക്കുമ്പോൾ ഈ സ്വർഗ്ഗമാണ് കാണുന്നത്. അവിടെ ആ നരകത്തിൽ അവൻ കത്തിയെരിയുന്നത് കണ്ടിട്ട് തിരിച്ചവൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗ്ഗമാണ്. അത് പ്രത്യേകമായ സുഖമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനവസരം നൽകുകയാണ്. പണ്ഡിതന്മാർ ഇവിടുന്ന് വേറൊരു ഫായിദ പറഞ്ഞത് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മളെക്കാളും നരകിച്ച് ജീവിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിലും നമ്മൾ നോക്കിയാൽ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യമാണ്. അത് വലിയ സമാധാനമാണ്. ഇപ്പോൾ ദുനിയാവിൽ നമുക്ക് ഒരു ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന ആളുകൾ ഒന്ന് പോയി നോക്കിയാൽ മതി. നമുക്ക് ചെറിയൊരു രോഗമൊക്കെ വന്ന് കുറച്ച് കിടപ്പിലായി ബുദ്ധിമുട്ടാകുമ്പോൾ തീരെ ഒന്നിനും കഴിയാതെ ജീവിതത്തിൽ അങ്ങനെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് കാണാൻ പറ്റും. ചില ഹോസ്പിറ്റലുകളിലും അതുപോലുള്ള ആളുകളൊക്കെ, വീട്ടിലൊക്കെ കിടന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കിത് എത്രേ നൽകിയിട്ടുള്ളൂ. അള്ളാഹുവിനോട് ഒരുപാട് ശുക്ർ തോന്നും. നമുക്ക് വലിയ മനസ്സമാധാനം കിട്ടുന്ന കാര്യം ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു സാമ്പത്തികമായ പ്രതിസന്ധി, നമ്മളെക്കാളും പ്രതിസന്ധിയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് സമാധാനം. നമ്മുടെ വീട് അത് വലിയ രീതിയിൽ അല്ല, നമുക്ക് ചില ആളുകൾ പ്രയാസം പകുതിക്ക് നിന്ന് പോയിട്ടുണ്ടാകും. ഒന്നാമത്തെ നിലയായപ്പോൾ നിന്നുപോയി, പൈസ ഇല്ല, ഒരു വരെ വീടും ഇല്ലാതെ വാടക വീട്ടിൽ നിന്ന് മാറി മാറി പ്രയാസപ്പെട്ട് അങ്ങനെ പോകുന്ന ആളുകളെ കാണുമ്പോൾ ഇവന് വലിയ സന്തോഷമാണ്. എനിക്ക് ഇത്രയെങ്കിലൊക്കെ ആയി, അൽഹംദുലില്ലാഹ്, ഒരു കടമൊന്നുമില്ല, ഒരു പ്രയാസമൊന്നുമില്ല, ഈ രൂപത്തിലൊക്കെ ആകാൻ പറ്റി എന്നുള്ളത് ദുനിയാവിൽ തന്നെ അവന് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അതേപോലെ പരലോകത്ത് അവൻ ഈ സ്വർഗത്തിലുള്ള ആസ്വാദനങ്ങൾക്കൊപ്പം നരകത്തിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ അവനോടൊപ്പം ഉണ്ടായിരുന്ന അവനെ ഈ തിന്മകളിലേക്ക് ക്ഷണിച്ചവരൊക്കെ അവിടെയാണ് എന്നുള്ളത് കാണുമ്പോൾ സഹോദരങ്ങളെ, ഇവന് ആ രക്ഷപ്പെട്ടതിലുള്ള സന്തോഷമുണ്ടാകും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പ്രതികാര നടപടി, അത് മുഅ്മിൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ദുനിയാവിൽ തന്നെ മുഅ്മിനീങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു രാജ്യം, ഫലസ്തീനിലെ മക്കളെയൊക്കെ നരനായാട്ട് നടത്തുന്ന ആളുകൾ, ഇപ്പോൾ ദുനിയാവിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണത്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ എല്ലാവരും സന്തോഷിക്കും. മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ കിട്ടുന്നത് നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പാണ്, സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ പരലോകത്ത് വെച്ച് ഈ പറയുന്ന സകല തെമ്മാടികളും അവിടെ നരകത്തിൽ കിടക്കും. സകലരും ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുന്നതാണ്. അത് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കും. നമ്മളതിനു വേണ്ടി സ്വർഗത്തിലേക്ക് എത്താനുള്ള പണി എടുക്കണം. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അവസാനം അള്ളാഹു തആല പറയുകയാണ്, ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫഅലൂൻ. അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും പരലോകത്തേക്ക് നിഷേധിച്ച ഈ കുഫാറുകൾ, അവർക്ക് ഈ ചെയ്ത അവരുടെ പ്രവൃത്തികളുണ്ടല്ലോ അതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ? അള്ളാഹിൻ്റെ ഒരു ചോദ്യമാണ്. പരിഹസിച്ച് ഇപ്പൊക്കെ കിട്ടിയില്ലേ, നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ? ഇവിടെ ദുനിയാവിൽ ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചപ്പോൾ പെട്ടെന്ന് അള്ളാഹിൻ്റെ പിടുത്തൊന്നുമില്ല. നീ ഇങ്ങനെ ഇതൊക്കെ പരിഹസിച്ച് വീട്ടിൽ നിൻ്റെ ആസ്വാദനത്തിൽ മുഴുകുന്ന സമയത്ത് നിൻ്റെ AC റൂമിൽ നീ നല്ല സന്തോഷിച്ച് നിൻ്റെ കുടുംബത്തോടൊപ്പം നീ ഇങ്ങനെ ടൂറിലും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയി ഇസ്ലാമിനെ പരിഹസിച്ചിട്ടൊക്കെ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഒന്നും നിനക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഒരു പിടുത്തം വരുമെന്നുള്ളത്. പരലോകത്ത് വെച്ച് ഈ ഒരു അവസ്ഥ നിനക്ക് ലഭിച്ച് മുഅ്മിനീങ്ങൾ തിരിച്ച് നിന്നെ പരിഹസിക്കുന്ന ഈ രംഗമൊക്കെ കണ്ടതിന് ശേഷം അല്ലാഹു തആല നമ്മോട് പറയാണ്, ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ദുനിയാവിൽ നിങ്ങളെ പരിഹസിച്ച ആളുകൾക്ക് ഇത് പോരെ, ഇങ്ങനെ കൊടുത്താൽ പോരെ, ഇത് മതിയില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളോട് പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് അല്ലാഹു തആലയുടെ ഒരു ആശ്വാസ വാക്കുകൾ കൂടിയാണ്. ഒപ്പം ദീനിനെ പരിഹസിക്കുന്ന ആളുകൾക്കുള്ള താക്കീതുമാണ്. അവരെങ്ങാനും ഇത് കേൾക്കുകയാണ് എങ്കിൽ ഒരു മനംമാറ്റം അവർക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലേ, എന്തിനാണ് ഈ ദീൻ ഉപേക്ഷിച്ചത്? എന്ത് പ്രയാസം കൊണ്ടാണ് ഈ ദീൻ ഉപേക്ഷിച്ചത്? ഈ ദീനിൽ ഏത് നിയമമാണ് നിനക്കതൊരു പ്രയാസമാണ്, ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നിയത് ഏത് നിയമമാണ്? ഈ ദീനിൽ ഏത് കാര്യത്തിലാണ് നിനക്കൊരു പ്രയാസമായി തോന്നുന്നത്? നമ്മൾ ചിന്തിച്ച് നോക്കുന്ന ഒരു പരലോകമില്ല എന്ന് വിചാരിക്കുക, ഈ ദുനിയാവോടുകൂടി തീരുമെന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും സമാധാനത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള മതം ഇസ്ലാം അല്ലാതെ മറ്റൊന്നുമില്ല.
ഏത് മതത്തിൽ എന്തിനാണ് ജീവിക്കേണ്ടത്? ഈ കാണുന്ന സകല വസ്തുക്കളെയൊക്കെ ആരാധിച്ച് അതിൻ്റെ മുന്നിലൊക്കെ പോയി സുജൂദ് ചെയ്യാൻ അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മൾ അത്ര നിന്ദ്യരാക്കിയിട്ടില്ല. ഈ പടപ്പുകളെയും എന്നോ മരിച്ചുപോയ ആളുകളൊക്കെ ആരാധിക്കേണ്ട ഗതികേട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ ശരീരത്തിനെ ശാരീരികമായി പ്രയാസപ്പെടുത്തുന്ന ആരാധന കർമ്മങ്ങളൊന്നും ദീനുൽ ഇസ്ലാമിലില്ല. ഏത് കർമ്മമാണുള്ളത് ദീനുൽ ഇസ്ലാമിൽ ഒരാൾക്ക് ചെയ്യാൻ വഹിക്കാത്ത, പ്രയാസപ്പെടുന്ന, ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന, അല്ല ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു കർമ്മം എന്ന് പറയണമെങ്കിൽ അത് ഉംറ ഹജ്ജാണ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അതുപോലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന സന്തോഷം എത്രയാണ് അല്ലേ? ആ പ്രയാസം കഴിയുമ്പോൾ, 7 തവാഫ് കഴിയുമ്പോൾ, 7 സഈ കഴിയുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന സമാധാനം എത്രയാണ്? അറഫയിലാണ് ഏറ്റവും കൂടുതൽ അവൻ നിൽക്കേണ്ടി വരുന്ന ഒരു കർമ്മമുള്ളത്, പ്രയാസം പ്രാർത്ഥിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഹാജിമാർക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണ്? അതാണ് ഏറ്റവും പ്രയാസമുള്ള ദീനിലുള്ള അമൽ. ബാക്കിയുള്ളത് 5 നേരത്തെ നിസ്കാരം, മിനിറ്റുകൾ കൊണ്ട് കഴിയുന്ന നിസ്കാരങ്ങൾ, ആളുകളെ സഹായിക്കാൻ പറയുന്ന ദീൻ, ആളുകളെ പ്രയാസം ഒപ്പാൻ പറയുന്ന ദീൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ ദീൻ. അത് ആരാണെങ്കിലും അവൻ്റെ പ്രയാസം നീക്കി കൊടുക്കണം, രോഗികളുടെ പ്രയാസം നീക്കണം, കുടുംബബന്ധം ചേർക്കണം. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദീൻ. പരലോകമില്ലെങ്കിൽ പോലും ഈ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദുനിയാവിലൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുക. അതല്ലാത്ത നിന്ദതയുടെ ഒരു കണക്കും കാര്യവുമില്ലാത്ത, എല്ലാത്തിനെയും നിഷേധിച്ച് കളയുന്ന, ഒന്നുമില്ലാത്ത, എന്തിനും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു മതം ഇല്ലായ്മ, അതൊന്നും ആർക്കും സഹോദരങ്ങളെ ഒരു സമാധാനം ദുനിയാവിൽ തന്നെ കിട്ടുകയില്ല. എന്നാൽ ഇത് അല്ലാഹു തആല ദുനിയാവിൽ ഒരു മനുഷ്യന് സമാധാനം നൽകുന്നു. ആഖിറത്തിലും അല്ലാഹു തആല വലിയ സ്വർഗീയ അനുഭൂതിയും സ്വർഗവും അവന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ മുതൽ അങ്ങോട്ട് നൽകുന്ന ഈ ദീൻ ഉപേക്ഷിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾ ചിന്തിക്കുക. അല്ലാഹു തആല ഈ പറയുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് നൽകിയതിന് ശേഷം ചോദിക്കുന്നു, ഹൽ തൂബൽ കുഫാറു മാ കാനു യഫഅലൂൻ. കുഫാറുകൾക്ക് ഇതുപോലെ ഈ പരിഹസിച്ച ദീനിനെ കളിയാക്കിയ, ദീൻ ഉപേക്ഷിച്ച, മുർത്തദ്ദായ, ദീനിലേക്ക് പ്രവേശിക്കാതെ ഇങ്ങനെ ഇസ്ലാമിനെ പരിഹസിച്ച് ജീവിക്കുന്ന ആളുകൾക്കിത് പോരെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പാപങ്ങൾ പുറത്തു തന്ന് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളേവരെയും ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.